ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജിയാണ്. അവരുടെ റിലേഷൻഷിപ്പ് ഓവറോളായിട്ട് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള എനർജി കൂടി നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി ആയിട്ടുള്ള എനർജിയാണ്. Four of Pentacles, Tower, Queen of Cups, Queen of Wands, Judgment, Four of Swords, Eight of Cups, Page of Swords, Seven of Cups, Three of Cups, 10 of Cups, Five of Pentacles, Four of Cups, World, Seven of Swords. നമ്മൾ ഇവരുടെ ഒരു സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് മാനസികമായിട്ട് ഒരുപാട് കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്. പുറമേ ചിലപ്പോൾ അത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും മനസ്സിനകത്ത് വെച്ച് പെരുമാറുന്ന ഒരുപാട് എനർജീസ് രണ്ട് പേരിലും ഉള്ളതായിട്ട് തന്നെ കാണാം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെന്നുണ്ടെങ്കിലും തുറന്ന് പറയാറുണ്ട്. പക്ഷേ അതേസമയം തന്നെ നമ്മളുടെ ദേഷ്യം ആയിക്കോട്ടെ, നമുക്കുള്ള ടെൻഷൻ ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ തുറന്ന് പറയാതെ ഉള്ളിൽ വെച്ച് പ്രവർത്തിക്കുന്ന സംഗതികൾ ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വേറൊരു ലെവലിലേക്ക് പോകും. പറയാനുള്ളത് ഓപ്പണായിട്ട് പറയുന്നതും എന്നാൽ ഉള്ളിൽ വെച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മൈൻഡ് ഗെയിം കളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ലോ ലെവലിലേക്ക് പോകുന്ന തരത്തിലേക്ക് മാറ്റാറുണ്ട് പല റിലേഷൻഷിപ്പും. എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കൺട്രോളിങ് കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പൊസസീവായിട്ടൊക്കെ പോയിരുന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ചിലപ്പോൾ അത് നിങ്ങളുടെ വ്യക്തിക്കോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്കായിരിക്കാം കൂടുതലായിട്ടും ആ ഒരു പേഴ്സണോട് അങ്ങനെയുള്ളൊരു ബിഹേവിയറൊക്കെ ആ ഒരു പാറ്റേണിലൊക്കെ പോയിട്ടുണ്ടാവുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു എനർജി തന്നെ റിലേഷൻഷിപ്പിനകത്ത് ഒരു വലിയ മാറ്റം വരുത്തിയായിട്ട് കാണാം. അതായത് ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഒരു പരിധിക്കപ്പുറം അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, പരിധിക്കപ്പുറം അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, ഓവറായിട്ട് ഒരു വ്യക്തിയെ നമ്മൾ വരച്ച് വരയ്ക്കകത്ത് നിർത്തുക എന്നൊക്കെ പറയുന്ന പോലെ കാര്യങ്ങൾ മാറുമ്പോൾ ഭൂരിഭാഗം വ്യക്തികളും അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ മാനസികമായിട്ട് ഡിസ്റ്റർബൻസസ് ഉണ്ടാകാൻ തുടങ്ങും. അതിനകത്തുള്ള ആ ഒരു ഇൻറ്റിമസി, എത്ര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും പതിയെ അവിടെ വെറുപ്പ് വരാനും ദേഷ്യം വരാനും ഒക്കെ തുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു എനർജി നമുക്ക് തീർച്ചയായിട്ടും ഇവിടെയും കാണാമെന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ ചിലപ്പോൾ ഒരു വ്യക്തി കുറച്ചൊരു ഇമോഷണലായിട്ട് അറ്റാച്ച്മെൻറ്റ് കാണിച്ചിരിക്കുന്ന ഒരവസ്ഥ, മറ്റൊരാൾ കുറച്ചൊരു അധികം ആലോചിക്കാതെ, അതായത് സഡനായിട്ടുള്ള ഒരു എടുത്തിയാട്ടം കൊണ്ടോ പെട്ടെന്ന് ഒരു ആവേശം കൊണ്ടോ ഒക്കെ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. കാരണം ഇവിടെ ഒരു ചേസിങ് എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ പോലെയുള്ള ഒരു സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു കൺട്രോളിങ് പാറ്റേൺ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ തകിടം മറിച്ചിട്ടും പിന്നെയുമുള്ള ഒരു ചേസിങ് അവസ്ഥ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയും കൂടി വന്നപ്പോഴത്തേക്ക് പരിപൂർണമായിട്ടും സ്റ്റക്ക് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇനി അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സൈലൻസ് ഒക്കെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ വരിക എന്ന് പറയുന്നത്, അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ടവർ എനർജി ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ജഡ്ജ്മെൻ്റ് ആവട്ടെ, അതൊക്കെ വരിക എന്ന് പറയുന്നത് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ളൊരു പർപ്പസ് ഉണ്ട്. ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ചിലപ്പോൾ നമ്മളതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ, ചിലപ്പോൾ അത് കൂട്ടി ഇണക്കാൻ, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവും. അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു
എനർജി ഇവിടെയും സംഭവിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇവർ തമ്മിൽ അങ്ങനെയുള്ളൊരു സൈലൻസ് അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളിലേക്ക് വരെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാൾ ഇതിനകത്ത് തീർത്തും മതിയായിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായതായിട്ട് തന്നെ നമുക്ക് കാണാം. ആ ഒരു ഇറങ്ങിപ്പോക്കാണ്, പിന്തിരിഞ്ഞ് നോക്കാൻ പോലും താല്പര്യമില്ലാതെ മാറിപ്പോയിട്ടുള്ളൊരവസ്ഥ. അതായത് ഒരു സൈലൻസിൽ നിന്ന് ഈ ഒരു തരത്തിലേക്കുള്ളൊരു മാറ്റം, ആ ഒരു ഷിഫ്റ്റ് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കിവിടെ കാണുന്ന ഭയങ്കരമായിട്ടുള്ളൊരു നിയന്ത്രണം അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഒരു ഏഹ്, എന്താ പറയുക, പിടിമുറുക്കൽ, ഇതെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സുതാര്യത നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാമെന്നുള്ളതാണ്. അതുപോലെ ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ 2 പേരും ഈ ഒരു റിലേഷൻഷിപ്പിൽ മാനസികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് സ്പ്രെഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു വ്യക്തി അതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ടാവാം. ഭയങ്കര കാര്യമായിട്ട് മാനസികമായിട്ടൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന എനർജി നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെയുള്ള പ്രത്യേകത, നിലവിൽ 2 പേർക്കും ഇതിനകത്ത് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ മനസ്സ് കൊടുത്ത് നിൽക്കുന്നില്ല. 2 വ്യക്തികളും, നിങ്ങളുടെ പേഴ്സൺ ആയാലും തേർഡ് പാർട്ടി ആയാലും, ഈ പറഞ്ഞ ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതിനകത്തുള്ള ആ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ആ ഒരു പോസ് അല്ലെങ്കിൽ സൈലൻസ്, ചിലപ്പോൾ അവരുടെ ഒരു ഈഗോ ക്ലാഷ് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സൈലൻസ് വന്നത്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് പിന്നീട് പൂർണ്ണമായിട്ടും പുറത്തേക്ക് പോകുന്ന ഒരു അവസരത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് വേണ്ട അല്ലെങ്കിൽ മടുത്തു എന്നൊക്കെ തോന്നാനുള്ളതൊക്കെ കാരണമായിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കാണ് ആ ഒരു മനസ്സ് മടുത്ത് മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായതെങ്കിൽ തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയിലും മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നത്. വേറെ ചോയ്സസ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻസ് തീർച്ചയായിട്ടും ഇവരിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ കാര്യം നിങ്ങളുടെ ഒരു പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ശ്രദ്ധയുണ്ട്, അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ മാറി നിന്നാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സ്പൈ ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയുടെ തന്നെയാണ് ആ ഒരു കൺട്രോളിങ് ബിഹേവിയർ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ആ പേഴ്സൺ അടുത്തില്ല എന്നുണ്ടെങ്കിലും വീണ്ടും അവരെ സ്പൈ ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് അറിയാനും ഒക്കെ ഉള്ളൊരു ത്വര ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളോട് കണക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിലും അവർ സന്തോഷിക്കുന്നുണ്ടോ, എന്താ അവരുടെ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും അവർക്കും അവിടെ ഒരു മറ്റു ചോയ്സോ കാര്യങ്ങളോ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന പോലെയുള്ള ഈ ഒരു എനർജീസ് അല്ലെങ്കിൽ ഈ ഒരു ഹാപ്പിനെസ് എല്ലാം പുറമേക്ക് അന്വേഷിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ്. അതായത് പുറമേലുള്ള ഈ ഒരു ചോയ്സിലും കാര്യങ്ങളിലും സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. ചിലപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഓഫർ അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പൊക്കെ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ആയിക്കോട്ടെ, ഒരു 2 പേരും മനസ്സുകൊണ്ട് കറൻ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ സജീവമല്ല, അല്ലെങ്കിൽ വളരെയധികം ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഇവരുടേതൊരു കപ്പിൾ എനർജി അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരസ്പരം യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ നിൽക്കുന്ന 2 വ്യക്തികളാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മനസ്സ് മടുത്ത് മാറി നിൽക്കുന്ന ഒരു എനർജി നമ്മൾ കണ്ടതാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ അവർക്ക് സന്തോഷം കിട്ടുന്ന വേറൊരു കാര്യത്തിലേക്കോ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ഈ ഒരു സ്പ്രെഡ് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല റിലേഷൻഷിപ്പിലും ഉണ്ടാകുന്നൊരു കാര്യമാണ് അമിതമായിട്ടുള്ള ഒരു പൊസസീവ്നെസ്, അല്ലെങ്കിൽ എല്ലാം എൻ്റെ കൈപ്പിടയിലായിരിക്കണം. അതിനപ്പുറത്തേക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സമ്മതിക്കാത്ത ആൾക്കാരുണ്ട്. കാരണം അവരുടെ ആ ഒരു സർക്കിളിനകത്തായിരിക്കണം എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതായത് അവരുടെ ഒരു കണ്ണെത്തുന്ന സ്ഥലത്ത് വേണം എല്ലാം എന്നൊക്കെ ഒരു നിർബന്ധ ബുദ്ധി കാണിക്കുന്ന ആൾക്കാർ. പക്ഷേ അധികം നാൾ ആ ഒരു റിലേഷൻഷിപ്പ് പലരുടെയും ഓടാറില്ല. ഇനി ചിലവരുടെ ആണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ പല ഹൈഡിങ്ങും ചീറ്റിങ്ങും ഒക്കെ അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടാവാം. കാരണം പാർട്ട്ണറുടെ ആ ഒരു പിടിമുറുക്കവും കാര്യങ്ങളും വരുമ്പോൾ, പാർട്ട്ണറിന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല, ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന, നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തി വളരെ കർക്കശമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ടൊന്നും പറയാൻ പറ്റില്ല. അവിടെ ആ ഒരു ഭയം ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ പേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആദ്യമേ അവർക്ക് തോന്നും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് മറ്റു പല കാര്യങ്ങളോടുള്ള ഒരു താല്പര്യമായിട്ട് മാറാറുണ്ട്. ഇവിടെയുള്ള ആ ഒരു സത്യസന്ധതയും കാര്യങ്ങളും ഒക്കെ കാലക്രമേണ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണാറുണ്ട്. എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. ഇതിനകത്തുള്ള ആ ഒരു കൺട്രോളിങ് നേച്ചറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ആ ചേസിങ്ങും കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ മനസ്സ് മടുത്ത് മാറി നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ഒരു സൈലൻസിൽ നിന്ന് ഒരു ഇറങ്ങിപ്പോകാൻ തോന്നുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളുള്ളത് കൊണ്ടാണ്. അപ്പോൾ പലരുടെയും തോന്നലാണ്, ഞാൻ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു കണ്ണുണ്ടെന്ന് അറിഞ്ഞെങ്കിലേ അവർ മര്യാദക്ക് മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ അവർ വേറെ റിലേഷൻഷിപ്പിൽ പോയാലോ അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താലോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളോടൊപ്പം ഉള്ള ഒരു വ്യക്തി
അവർ നമ്മളുടെ ഇഷ്ടത്തിന് മാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് അവർ ജെനുവിനായിട്ട് നിൽക്കണം എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ നന്നായിട്ടിരിക്കുക. നമ്മളെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കണ്ണ് അവരുടെ മേലുണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ നല്ലവരായിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു അർത്ഥവും. കാരണം അത് ഉള്ളിൽ തട്ടി ചെയ്യുന്നതല്ല. ജെനുവിനിറ്റി എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ പേടിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടോ ഒക്കെ പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവനവൻ്റെ ഉള്ളിൽ തട്ടി നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിനോടുള്ള ജെനുവിനിറ്റി കാരണം എന്തൊക്കെ വന്നു കഴിഞ്ഞാലും എനിക്ക് ഈ ഒരു പേഴ്സണാണ് പ്രിയപ്പെട്ടത്, അത് എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള ചിന്ത കൊണ്ട് അത് മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ അത്രയും സ്വതന്ത്രമായിട്ടത് പോകുമ്പോഴാണ് അവിടെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും കാണാം ഇവരുടെ ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ അടിത്തറ വരെ ഇളകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും ഒരു മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത്. മാത്രമല്ല ഇവിടെ ആ ഒരു ഇമോഷണൽ ഡിസ്കണ്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ വിഡ്രോവൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു ഡിസ്കണ്ടൻ്റ് ആൻഡ് ബോർഡം എനർജിയാണ്, താല്പര്യമില്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരാൾക്കല്ല, രണ്ട് വ്യക്തികൾക്കും ഏറെക്കുറെ ഈ പറഞ്ഞൊരു രീതിയിലാണ് മാനസികമായിട്ട് ഇതിനകത്തുള്ള ഒരു അവസ്ഥ. ഇവിടെയാണെന്നുണ്ടെങ്കിലും അതെ. ഇനിയിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു അവസാനിക്കുന്ന, അല്ലെങ്കിൽ ഒരു ക്ലോഷർ വരുന്ന ആ ഒരു സമയത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ആ ഒരു ഹോണസ്റ്റി എന്ന് പറയുന്ന കാര്യം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ, പരസ്പരം ആ ഒരു ചീറ്റിംഗ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാര്യങ്ങൾ സുതാര്യമല്ല. ഇനിയിപ്പോൾ ഇവർ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പറയുന്ന പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹോണസ്റ്റ് അല്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ നുണകളായിരിക്കും, കള്ളങ്ങളായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾക്കും ഒട്ടും ഒരു ആത്മാർത്ഥത ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പായിട്ട് എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ട്രഗിൾസ് ഉണ്ട്. ചിലവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോ കോൺടാക്റ്റ് പീരീഡിലായിരിക്കാം. ഇനി ഓൺ ആൻഡ് ഓഫ് ആയിട്ട് കോൺടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മറച്ചു പിടിക്കുക, ഹോണസ്റ്റ് അല്ലാത്ത രീതിയിൽ പെരുമാറുക എന്നുള്ളൊരു സിറ്റുവേഷനിലൂടെ പോകണം. വലിയൊരു താല്പര്യമില്ല, എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു അവസ്ഥ തന്നെയാണ് നമുക്ക് കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ചീറ്റിംഗ് എനർജിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ളവരായ ഒരു റിലേഷൻഷിപ്പും കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേറെ പല ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഹിഡൻ അജണ്ടാസോ എന്തെങ്കിലുമൊക്കെ കാണും. നമുക്ക് ശരിക്കും നമ്മളൊരു റിലേഷൻഷിപ്പായിട്ട് പോകുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷമുള്ളപ്പോൾ, അല്ലെങ്കിൽ അവർ വേണം എന്നുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉള്ളപ്പോഴൊക്കെയാണ്. അല്ലാതെ അത് പോകുന്നുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഇതിനകത്തൊരു ക്ലോഷർ വരും. എന്തെങ്കിലും ഒരു കണ്ണിയുണ്ട്, അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അതുപോലും എൻഡായി പോകുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ചിലരാണെന്നുണ്ടെങ്കിൽ പരസ്പരമുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും അവസാനിച്ചിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. മനസ്സും അടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. കാരണം ഇവിടുത്തെ തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും വേറെ പല കാര്യങ്ങളിലുമാണ് ഫോക്കസ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഓപ്ഷൻസ്, ചോയ്സസ് ഒക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളിൽ ആരുടെയൊക്കെ വ്യക്തികളുടെ എനർജി ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ നല്ല കാര്യമാണ്. ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നാളുകളായിട്ട് കാത്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ ഗുഡ് ന്യൂസ് ആണെന്ന് തന്നെ പറയാം. ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ണിയറ്റ് പോകുക എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് അവർ ഒരു ഫേക്ക് ഫേസ് ഇട്ട് നിൽക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ സുതാര്യത ഇല്ലാതെ ഒരു ടോക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു അട്രാക്ഷൻ കൊണ്ട് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഒട്ടും താല്പര്യം ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്, നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയം കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവരിപ്പോൾ തേർഡ് പാർട്ടിയോട് അത്രയും അറ്റാച്ച്മെൻ്റ് ഇല്ല, അതിൽ നിന്ന് പതിയെ ഇറങ്ങി പോരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്, തേർഡ് പാർട്ടിയായിട്ട് കണക്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ പറയുന്നുണ്ടാവും, അറിയില്ല എന്താണെന്നുള്ളത്. അപ്പം നിങ്ങളുടെയും ആ ഒരു വ്യക്തിയുടെയും കൂടി എനർജി എടുക്കുമ്പോഴേ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. എങ്കിലും കോൺടാക്റ്റ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞേക്കും. Ace of Pentacles, Nine of Swords, Empress, Two of Swords, Five of Pentacles, Six of Swords, Knight of Swords, Page of Pentacles, Chariot. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ കാര്യത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ് ഉണ്ടായിരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷെ നിലവിൽ ഈ ഒരു സ്റ്റക്നെസ്സിന് മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു എനർജിക്ക് തീർച്ചയായിട്ടും ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല
ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് കുറച്ചൊന്ന് വിഷമത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഉള്ളിലുള്ള ഒരു സങ്കടം, നിരാശബോധമൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ രണ്ട് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാം, രണ്ട് എനർജീസ് ഒരുപോലെ തന്നെ തല താഴ്ത്തിയിരിക്കുകയാണ്. അതായത് അവരുടെ ആ ഒരു ഡീപ്പായിട്ടുള്ള ഒരു പെയിൻ, ചിലപ്പോൾ റിഗ്രറ്റ് ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ് നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റിൽ നമുക്കത് കാണാനും കഴിയുന്നുണ്ട്. അവരങ്ങനെ ഒരു മനസ്സറിഞ്ഞൊരു വിഷമം നിങ്ങളുടെ കാര്യത്തിലുണ്ട് എന്നുള്ളത് മാത്രമല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഓഫർ തരാനായിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയും നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ്, എങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്യണം എന്നൊരു അറിവില്ലായ്മ, ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻ്റർഫിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിൽ സ്റ്റക്കായിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഇപ്പോൾ ഒരു മാനസികമായിട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്വതന്ത്രമായിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ ബോണ്ടിങ്ങോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാം. അല്ലാതെ അവർ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചിലവരിൽ ഉണ്ടായാൽ പോലും മാനസികമായിട്ട് അവിടെ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ആ ഒരു പേഴ്സൺ ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡൻസ് കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട്. മാത്രമല്ല കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട്, കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു, ഇനിയൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ജേണി അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു റഷിങ് എനർജിയാണ്, ധൃതി പിടിച്ച് നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിക്കുന്ന, കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെ നമുക്ക് കാണാം. എന്നാൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജിയാണ്, കുറച്ചൊന്ന് പ്രാക്ടിക്കാലിറ്റിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അവിടെയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലൊരു എനർജി ആയിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. മാത്രമല്ല ആക്ഷൻ എടുക്കാനുള്ള ഒരു തീരുമാനം നമുക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് കാണാം. അപ്പോൾ ഒരു സ്റ്റക്നെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വിഷമമൊക്കെ അവർക്ക് നേരത്തെ തോന്നിയിട്ടുണ്ടാവാം, ആക്ഷൻ എടുക്കാതെ മാറി നിൽക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വേണോ വേണ്ടയോ എന്നുള്ളൊരു ആശങ്കയൊക്കെ അവരെ പിന്നിലേക്ക് വലിച്ചിട്ടുണ്ടാവാം. പക്ഷേ നിലവിൽ അവർ ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം, അകന്ന് നിന്നിടത്ത് നിന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം, കമ്മ്യൂണിക്കേഷൻ തന്നിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് നമുക്കിപ്പോൾ നിലവിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ഇത് റെസൊനേറ്റ് ആവുന്നതെങ്കിലും ഹൈലി പോസിറ്റീവായിട്ടുള്ള എനർജീസാണ്. കാരണം തേർഡ് പാർട്ടി സ്പ്രെഡ് നമ്മൾ എടുക്കുമ്പോൾ ഭൂരിഭാഗം, അല്ലെങ്കിൽ ഒരു 95% നമ്മൾ എടുക്കുമ്പോഴും തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ വിട്ടു പോവാത്ത തരത്തിലാണ് കാണാറുള്ളത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവർ വിട്ടു പോയാലും തേർഡ് പാർട്ടി ചേസ് ചെയ്യുന്ന എനർജീസാണ് കാണാറുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് തീർത്തും വ്യത്യസ്തമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളിവിടെ പറഞ്ഞതുപോലെ റീസെൻ്റ് ആയിട്ടൊരു കോൺടാക്റ്റിലേക്ക് വരുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു കണക്ഷൻ മാറിയിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നവർ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്, തേർഡ് പാർട്ടി സ്പ്രെഡാണ് എടുത്തെങ്കിൽ പോലും നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.